ഫ്രണ്ട്സ്, പിന്നെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാനിപ്പോൾ എണീറ്റിട്ട് പല്ല് തേച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ മൊബൈലിൽ ചായ ഒക്കെ ഇട്ട് തന്നു. ചായ ഒക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിച്ചിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ടൈം ടേബിളൊക്കെ നോക്കണം. ടൈം ടേബിളാണ് വെച്ചിട്ട് വരാം. ഞാൻ മുടിയൊക്കെ കെട്ടി എല്ലാ സ്കൂളിൽ പോലെയൊക്കെ സെറ്റാക്കി. ഈ മുടി കെട്ടുന്നത് ഞാൻ വൈകിട്ട് വന്നിട്ട് പറഞ്ഞു തരാവേ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കഴിക്കാൻ എനിക്ക് ദോശയും മുട്ടയാണ്. ഞാൻ കഴിച്ചിട്ട് വരാം. ഞാനിതിൽ ആരംഭം വന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കഴിച്ച് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ പോവാണ്. സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്നു. ബസ് അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വരും. അപ്പോൾ നമ്മളവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ചില ദിവസം പപ്പയും അമ്മയും വരും. അതപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിങ്ങോട്ട് വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാഗൊക്കെ ചേറിലോട്ടൊക്കെ എവിടോട്ടൊക്കെ പോകും. ഭയങ്കര കാണാട്ടോ, കുട്ടിക്കാർക്കിതില്ല. അതിൻ്റെ വലുപ്പം കണ്ടാൽ നിങ്ങൾ ഞെട്ടി കാണിച്ചു പിടിക്കും. പിന്നെ ഈ ടിഫിൻ ബോക്സാണ്. ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ ഇതിനകത്തൊക്കെ അതിന് കിച്ചണിൽ വെക്കും. അപ്പോൾ ടിഫിൻ ബോക്സും ബാഗും ഒക്കെ നമ്മൾ വെച്ച് ഇനിയിപ്പോൾ അടുത്തായിട്ട് കൈകൾ കഴുകണം. കൈ കഴുകിയിട്ട് അടുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കല്ലോ വരില്ല. അപ്പം ഒരു തൽക്കാല വിശപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്നാക്സ് മമ്മി ഇപ്പോഴും ഉണ്ടാക്കി വെക്കും. ഇന്ന് ഉണ്ടാക്കി വെച്ചത് ബ്രെഡ് മുട്ടയ്ക്കകത്ത് മുക്കി പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റ്. എന്തെങ്കിലും സ്പെഷ്യലോ എന്തെങ്കിലും കഴിക്കും. ഇവിടെ കലാവിരുദ്ധം ഒരുപാട് ചീസ് കേക്ക് അങ്ങനെ വന്നു. അതുപോലെ തന്നെ ടെക്സ്ചർ വാനില ഫ്ലേവർ ഇട്ടാ വാനില എസൻസ് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രഷപ്പ് ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം. ഈ ഐഡൻറ്റി കാർഡൊന്നും കിട്ടിയിട്ടില്ല. പുതിയ സ്കൂളിലാണ് പോയത്. സോ അവിടുത്തെ ഐഡൻറ്റി കാർഡിൻ്റെ ഇതൊക്കെ വരുന്നതേ ഉള്ളൂ. ഫ്രഷ് ആയിട്ട് വരാവേ. നമ്മൾ കുളിച്ചും ഫ്രഷൊക്കെ ആയിട്ട് വന്നപ്പം അന്നേരം എനിക്ക് മമ്മി ഒരു ഗ്ലാസ് ബ്രൂ കോഫിയൊക്കെ ഇട്ട് തന്നു. അപ്പോൾ ഒരു ബ്രൂ കോഫിയൊക്കെ കുടിച്ചിട്ട് അടുത്തായിട്ട് നമ്മൾ പരിപാടി പഠിത്തമാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബുക്കിൻ്റെ വലുപ്പം എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അതാണ് എൻ്റെ ബുക്കിൻ്റെ വലുപ്പം. ഇത് സയൻസിൻ്റെ ടെക്സ്റ്റ്. പിന്നെ ഉള്ളത് കമ്പ്യൂട്ടർ മലയാളം, അതിൻ്റെയൊക്കെ ടെക്സ്റ്റ് ഇത്രയും. കമ്പ്യൂട്ടറിൻ്റെ ടെക്സ്റ്റാണ്. ഇതിനകത്ത് 9, മലയാളത്തിൻ്റെ അകത്ത് 14 പാഠങ്ങളാണ് വരുന്നത്. അപ്പം മലയാളത്തിനും കമ്പ്യൂട്ടറിനും മാത്രം ഇത്രയും വീതി വരുന്ന ബുക്കാണ്. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ലിറ്ററേച്ചറും ഒന്ന് ന്യൂ വേൾഡ് റീഡർ. ഇത് ലിറ്ററേച്ചറിൻ്റെ ബുക്കാണ്, ടെക്സ്റ്റ് ബുക്കാണ്. ഇതേ വലിപ്പം തന്നെ വരും ന്യൂ വേൾഡ് റീഡറിന്. ഇത്ര ഉള്ളതാണ്. പിന്നെ ഇച്ചിരിയും കൂടെ നീളം വരുന്ന, ഇച്ചിരിയും കൂടെ വലുപ്പം വരുന്ന ഒരു ബുക്കാണ്. നമുക്ക് ഗ്രാമറാണ്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, നിർമ്മലയിലായിരുന്നു ഞാൻ നേരത്തെ പഠിച്ചത്. നിർമ്മലയിൽ 5 വരെ ഉള്ളായിരുന്നു. സോ 6th സ്റ്റാൻഡേർഡിലോട്ട് കയറിയപ്പോഴാണ് ഞാൻ കാർമൽ റാണി പബ്ലിക് സ്കൂളിൽ എന്ന് പറയുന്ന സ്കൂളിലോട്ട് ഞാൻ വന്നത്. അപ്പോൾ അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 ആഴ്ചയായി. ഫസ്റ്റ് ആണ് നമ്മുടെ പഠിത്തത്തിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് ഒരു സൈഡിൽ, ഇപ്പോൾ ഈ സൈഡാണെങ്കിൽ അതിൻ്റെ ബാക്ക് അവിടെ ഒരു ടെക്സ്റ്റ് ഒരു സൈഡിലും, നോട്ട് ബുക്ക് ഒരു സൈഡിലും, റഫ് ബുക്ക് കോപ്പി ബുക്ക് ഒരു സൈഡിലുമായിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പമാണെങ്കിലും
ശരിക്കിടക്കുമ്പം ഒരു ഇതല്ലേ നമുക്ക് എടുക്കാനും അതിനൊക്കെ ഭയങ്കര. അപ്പം ഞാൻ ഫസ്റ്റ് ടെക്സ്റ്റും നോട്ട്ബുക്കും ഒക്കെ വേറെ സൈഡിലായിട്ട് വെക്കാൻ പോവാണ്. ടെക്സ്റ്റ് വെക്കാം. ഇത്രയും ടെക്സ്റ്റ് അല്ല ഉള്ളത്, ഞാൻ ഇന്നത്തെ ടൈം ടേബിൾ അനുസരിച്ച് കൊണ്ടുപോയതാണ്. ടെക്സ്റ്റ് നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം. പിന്നെ നോട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് വെക്കണം. നോട്ട് ഒരു സൈഡിലോട്ട് വെക്കാം. പിന്നെ ഉള്ളത് TP ബുക്ക്, റഫ് ബുക്ക് ആൻഡ് കോപ്പി ബുക്ക്. കോപ്പി ബുക്ക് എന്ന് പറയുമ്പോൾ മാത്സിൻ്റെ അകത്ത് ഇന്ന് പഠിപ്പിച്ചാണെങ്കിൽ അത് ഇന്ന് പഠിപ്പിച്ചത് 3 ടൈംസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് ഞങ്ങൾക്ക് തരും. അതിനാണ് നമ്മൾ കോപ്പി ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഡയറി. അപ്പോൾ ബുക്കൊക്കെ സൈഡിലോട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ സാധാരണ സ്കൂളിൽ പറയുന്ന TPയും ഹോംവർക്കും ഒക്കെ ഒരു ബുക്കിൻ്റെ അകത്തോട്ട്, റഫ് ബുക്ക് ആണെങ്കിൽ റഫ് ബുക്കിൻ്റെ അകത്തോട്ട് ഞാൻ എഴുതി വെക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അത് നോക്കി ഇന്ന ഹോംവർക്ക് ഉണ്ടെന്നൊക്കെ ഇതിൻ്റെ അകത്തോട്ട് എഴുതുമ്പോൾ വീട്ടിൽ നോക്കിയിട്ട് ഇന്ന ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെ ഓർഡറായിട്ട് ചെയ്യുന്നു. പിന്നെ ഇന്ന് ഞാൻ ചെയ്തില്ല, കാരണം ടൈം ടേബിളിൻ്റെ അകത്ത് നോക്കിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ്, അപ്പോൾ ഇംഗ്ലീഷ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് പഠിച്ചിട്ട് കാണാം. പഠിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു വീഡിയോ എടുത്തൊരു കുക്കറി ഷോ അത് നേരെ വരുന്നുണ്ട്, വരും. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ കുളിച്ചിട്ട് പഠിച്ചൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പം മുടിയൊക്കെ ഉണങ്ങി. എന്നാല് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലിൽ കെട്ടി വെക്കുകയാണ് ചെയ്യാം. നമ്മൾ ഷോർട്ട് ഹെയറിനൊക്കെ ഇത്തിരി മുടിയെടുത്ത് ബാക്കി ഇങ്ങനെ അഴിച്ചിട്ടില്ല, അതുപോലെ നമ്മൾ ഇച്ചിരി മുടിയെടുത്ത് ഇങ്ങനെ ഒന്ന് കെട്ടുമ്പോൾ ഇവിടുന്ന് ഇച്ചിരി മുടുന്നത് വെക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇതെടുക്കാത്തതൊക്കെ അകത്തോട്ട് എന്നിട്ട് ഈ ബുഷ് അടുപ്പിക്കുക. ഇതുപോലെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 2 സൈഡിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എനിക്കിത് ഇങ്ങനെ അഴിച്ചിടാം, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടി വെക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ അതൊന്ന് ഒരുമിച്ചെടുത്ത് കെട്ടി വെക്കും. ചെറുപ്പം കാണിച്ചിട്ട് ഒന്നിച്ചെടുത്ത് കെട്ടി വെച്ചിട്ട് ഇപ്പം നോക്കും. അപ്പോൾ ഈ മുടി ഫസ്റ്റ് ഇങ്ങോട്ട് നമ്മൾ കെട്ടി വെച്ച് ഈ മുടിയിട്ടില്ല, അതെടുത്ത് മുന്നോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ക്ലിപ്പ് ഇങ്ങനെ കുത്തിക്കും. ചൂട് എടുക്കത്തില്ല. അങ്ങനെ നിങ്ങൾക്കൊരു വാങ്ങിക്കുക ക്ലിപ്പോ ഇതുപോലത്തെ ക്ലിപ്പോ ഇത് വെളിയിലൊക്കെ കൊണ്ടുവയ്ക്കാം. ഞാൻ വെളിയിലാണ് വെക്കാം. ഈ ഹെയർ സ്റ്റൈലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം. കൂടുതൽ പേർക്ക് ഇതൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അറിയാത്തവരൊക്കെ ട്രൈ ചെയ്താൽ ഞാൻ ഒരു ഹാറായിട്ട് വെക്കാം. ചെയ്യും, ചൂട് എടുക്കത്തില്ല. എനിക്കാണെങ്കിൽ അങ്ങനെ ഈ സൈഡിൽ 2 കെട്ടിയിട്ട് അഴിച്ചില്ല, സാധാരണ പോലെ കെട്ടുകയും ചെയ്യാം. അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് അവസാനം കാണാം. ഡ്രോയിങ് ഫസ്റ്റ് ഒരു ക്ലീൻ സ്കെച്ച്, ഏതെങ്കിലും ഒരു സ്കെച്ച് മതി എടുത്തിട്ട് ഇതുപോലെ എടുക്കാം. അപ്പം ഈ ബുക്കിൻ്റെ അടിയിലായിട്ട് ഇങ്ങനൊരു വര വരയ്ക്കുക. ഞാൻ സാധാരണ വരയ്ക്കുന്ന ഡ്രോയിങ്ങാണ്. ഇതുപോലൊരു വര വരയ്ക്കുക. സ്കെച്ചോ ക്രയോണോ എന്തെങ്കിലും മതിയേ. അടുത്തൊരു റെഡ് സ്കെച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ വര വരച്ചതില്ല അതിൻ്റെ മണ്ടിക്കൂടെ ഇതുപോലെ ഒരു സ്ക്വയർ വരയ്ക്കുക. ഈ വര വരച്ചതിൻ്റെ മണ്ടിക്കൂടെ ഒരു സ്ക്വയർ ഇങ്ങനെ വരയ്ക്കുക. അടുത്ത ഒരു ബ്ലൂ
എടുത്തിട്ട് ആ സ്ക്വയറിൽ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ട്രയാങ്കിൾ പോലെ വരയ്ക്കാം. ഇതുപോലെ ഒരു ട്രയാങ്കിൾ. നമുക്ക് ഒരു വീടാണ് ഉദ്ദേശിച്ചത്. നമുക്ക് അതിന് ജനലും വാതിലൊക്കെ വേണ്ടയോ, അത് നമുക്ക് വരയ്ക്കാം. ഇനി ജനലൊക്കെ വരയ്ക്കാം. ജനലിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്ക്വയർ, ഈ സൈഡിലും ആയിട്ടൊരു സ്ക്വയർ, പിന്നെ ഇത് രണ്ടും ജനാല, പിന്നെ ഒരു ഡോറ്, തുറക്കുന്ന പിടിയില്ലേ അതിന് വേണ്ടിയിട്ടൊരു പിടി. സിമ്പിളായിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു. ഇനി നമുക്കൊരു മേഘമൊക്കെ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബ്ലൂ സ്കെച്ച് എടുത്ത് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. അപ്പുറത്തും കൂടെ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. മേഘം ഇവിടെ തയ്യാറായി. ഇനി നമുക്കൊരു സൂര്യനെയൊക്കെ വേണ്ടിയോ എന്നിട്ട് ഒരു യെല്ലോ സ്കെച്ച് എടുക്കാം, ഒരു വട്ടം വരയ്ക്കാം. അതിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ കുറേ ലൈൻസ്. സൂര്യൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇടയ്ക്ക് എൻ്റെ അനിയൻ കൊണ്ടുവന്നാണ് കേട്ടോ. ഇത് അവൻ വരച്ചതാണ്. ഒരു സ്കൂളിൻ്റെ അപ്പുറത്തൊരു ഫ്ലാഗ്, പിന്നെ ഒരു ട്രീ, നല്ലൊരു ഗാർഡൻ. ഇതുപോലെ അതെന്നെ കൊണ്ട് കാണിച്ചതാണ്. നല്ലപോലെ വരച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു മരം വരയ്ക്കാം. അതിന് വേണ്ടിയിട്ടൊരു ബ്രൗൺ സ്കെച്ച് എടുത്ത് ഏതൊരു സൈഡ്, ഈ സൈഡോ ആ സൈഡിലോ നമുക്ക് വരയ്ക്കാം. ഞാൻ ഇവിടെയാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഗ്രീൻ ലൈനിൻ്റെ മണ്ണിൽ ഇതുപോലെ 2 ലൈൻ വരയ്ക്കുക. ഒരു ഗ്രീൻ സ്കെച്ച് എടുത്ത് നമ്മൾ മേഘം വെച്ചില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ 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 അവസാനം ഇങ്ങനെ കൂട്ടിമുട്ടുന്നില്ലെന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും കൂടി ഇങ്ങനെ കളക്കിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ മരത്തിന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വേണ്ടയോ, അതിന് വേണ്ടിയിട്ട് ഒരു റെഡ് സ്കെച്ച് എടുക്കുക. ഒരു റെഡ് സ്കെച്ച് എടുത്തിട്ട് ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ഇച്ചിരി വലിപ്പമുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഫ്രൂട്ടായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഫ്രൂട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു ഫ്രൂട്ടായിട്ട് വിചാരിക്കുക. ഇതുപോലെ ഇനിയും ഇപ്പുറത്തെ സൈഡ് വെറുതെ കിടക്കുമല്ലേ, നമുക്ക് അവിടെയും ചെറിയൊരു ബുഷ് പോലെ വരയ്ക്കാം. ഇതുപോലെ. എന്നിട്ട് അവിടെയും ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് റെഡ് സ്കെച്ച് എടുക്കുക, കുറേ ഡോട്ട്സ് വരയ്ക്കുക. റെഡ് സ്കെച്ച് എടുക്കുക, കുറേ ഡോട്ട്സ് വരയ്ക്കുക. ഡോട്ട്സ് 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 ഡോട്ട്സ്. ഓക്കെ, നമുക്ക് ഈ ഗ്രാസ് കളർ അടിച്ചെടുക്കാം. ഞാനിവിടെ ഓരോ കളറിനനുസരിച്ചാണ് ഒരു സ്കെച്ച് എടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ ഈ മേഘം ബ്ലൂ കളർ അടിക്കേണ്ട കൊണ്ടാണ് ഞാനിപ്പോൾ ബ്ലൂ കളർ വെച്ച് മേഘം വരച്ചേക്കുന്നത്. പിന്നെ വീടൊക്കെ നിങ്ങൾക്ക് ഞാൻ റെഡ് കളർ കൊണ്ടാണ് ഭിത്തി അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ റെഡ് കളർ എടുത്തേക്കുന്നത്. പിങ്ക് കളർ കൊണ്ട് ജനലടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിങ്ക് കളർ എടുത്തേക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കളർ അടിച്ചിട്ട് കാണാം. നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ഹൈഡ് ആൻഡ് സ്കൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ. ബിക്കോസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വയറൊക്കെ നനഞ്ഞ് ഉറക്കമൊക്കെ വരുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രെയർ എന്നിട്ടാണ് നമ്മൾ കഴിക്കുന്ന ബാക്കി കാര്യങ്ങൾ. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വരാവേ. ഫ്രണ്ട്സ്, ഞാൻ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇപ്പോൾ കഴിച്ച് തുടങ്ങാനുള്ള പദ്ധതി ഞങ്ങൾക്ക് കഴിച്ചാൽ എന്തോന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും മീൻകറി, പിന്നെ ഇത് കൂണ് തോരനാണ്.
ഇതാണ് എനിക്ക് കഴിക്കാൻ. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാം കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിരുന്നാല് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.